ഹലോ ഓൾ, ദിസ് ഈസ് വൗവൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് NS200-ൻ്റെ ലോങ് ടേം റിവ്യൂ ആണ്. ഈ ബൈക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 36,000 പ്ലസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 36,000 എന്താണ് ഓടിയിട്ടുണ്ട് ഓടൽ. ആൻഡ് ഇറ്റ്സ് 2018 ABS മോഡൽ. ആൻഡ് അതിൽ ഇതെൻ്റെ ബൈക്കായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ഓൺ ചെയ്യുന്നത് ഞാൻ അബ്രോഡ് പോയപ്പം. ആൻഡ് നൗ അവൻ അബ്രോഡ് പോയി. സോ ഇതിൽ ഞാൻ ക്ലോക്ക് ചെയ്തത് ഓൾമോസ്റ്റ് 15,000 പ്ലസ് കിലോമീറ്റർ. അതിനുശേഷം അവൻ ഓടിച്ച് ഇത്രയും കിലോമീറ്റർ ക്ലോക്ക് ചെയ്തു. സോ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പീനിയനും ആൻഡ് ഹൗ ഹീ യൂസ് ടു മെയിൻറ്റെയിൻ ദ ബൈക്ക്. സോ ഈ രണ്ട് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് വരുന്ന ഡിഫറൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ സെക്കൻഡ് ഹാൻഡ് ബയേഴ്സ് ഓഫ് NS200. പിന്നെ ഇത് കാർബറേറ്റഡ് വേർഷനാണ്. പിന്നെ ഇപ്പം FI വേർഷൻ ഉണ്ട്, ഞാനത് ഓടിച്ച് നോക്കിയിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഫീൽസ്. ആണ് 2018 ഞാനിത് മേടിക്കുന്ന നേരം മുതലുള്ള കാര്യങ്ങൾ പറയാം. ആൻഡ് ഇതിപ്പം 2024 ഞാനിത് റെക്കോർഡ് ചെയ്തത് നവംബറിൽ. ആൻഡ് അന്ന് മേടിക്കുമ്പം CBR ഒക്കെ ഈ BS4 ട്രാൻസിഷൻ്റെ ടൈമായിരുന്നു 2018. ആൻഡ് CBR പോലത്തെ ബൈക്കുകളെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്ത ടൈമായിരുന്നു. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു CBR 250i. പക്ഷേ അത് അന്നേരം പ്രൊഡക്ഷനിലുണ്ടായിരുന്നില്ല. ആൻഡ് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ എൻ്റെ ബ്രദർ ഇതിൻ്റെ BS3 മോഡൽ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊരു ഡ്രീമായിരുന്നു ഈ ബൈക്ക്. സോ ഇത് അന്നേരം പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. ആൻഡ് ABS മോഡൽ വന്നു. ഞാൻ ABS ഉള്ള ബൈക്കാണ് നോക്കിയിരുന്നത്. പിന്നെ സോ ABS മോഡൽ അപ്പോഴത്തേക്കും വന്നു. പ്രൊഡക്ഷനിൽ വന്നപ്പോൾ ഞാൻ പോയി ബുക്ക് ചെയ്തു. റെഡ് കളറിനാണ് ഞാൻ ബുക്ക് ചെയ്തത്. നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് ബ്ലാക്ക് കളറാണല്ലോ. സോ ഞാൻ ബുക്ക് ചെയ്തത് റെഡ് കളറിനാണ്. അപ്പം ഞാൻ ബുക്കെല്ലാം ചെയ്ത് ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ടൈമിൽ അവർ പറയാണ് ഷോറൂമിലെത്തേക്കും പറയാണ് റെഡ് കളറിൻ്റെ ABS മോഡൽ അവൈലബിൾ അല്ല. ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ABSന് വേണ്ടിയിട്ടാണ്. സോ ബ്ലാക്കിനും വൈറ്റിനും മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ചൂസ് ചെയ്തത് ബ്ലാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറൊന്നുമല്ല ബ്ലാക്ക്, ബട്ട് ബെറ്റർ ഏതാ വെച്ചിട്ട് ഞാൻ ബ്ലാക്ക് എടുത്തു. പിന്നെയാണ് ഞാൻ അതിലെ ചതി മനസ്സിലാക്കുന്നത്. ബ്ലാക്ക് വണ്ടികൾക്ക് ഹെവി മെയിൻ്റനൻസ് ആണ്. നമ്മൾ എത്ര കഴുകി കുട്ടപ്പനാക്കി വെച്ചാലും ഒരു പൊടി അടിച്ചാൽ ലുക്ക് പോകും. എപ്പോഴും എനിക്ക് ഒന്നാതെ OCD ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഭയങ്കര തുടച്ച് മിനുക്കി പിന്നെ തിളക്കി വെക്കുകയുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നത് നീ വണ്ടി നക്കി തുടക്കുകയാണോ എന്നാണ് എന്നോട് ചോദിക്കാറ്. അതുപോലെയായിരുന്നു എൻ്റെ വണ്ടി. ഇപ്പം വണ്ടി അത്ര നല്ല കണ്ടീഷനല്ല, എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ എൻ്റെ ഫ്രണ്ട്. സോ അവൻ്റെ ടൈപ്പ് ഓഫ് ഓണിങ് വേറെയാണ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ബൈക്ക് നമ്മളെ സർക്കിൾ വിട്ട് പോവാനായി. ഞാനും തിരിച്ചു പോവും അബ്രോഡ്. അവനിപ്പോൾ ഓൾറെഡി സ്കോട്ട്ലാൻഡിലാണ്. സോ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ഇടാം. സോ വണ്ടി ഹാൻഡ്ലിംഗ് വൈസൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ NS വിത്ത് പെരിമീറ്റർ ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ ഹാൻഡ്ലിംഗ് എല്ലാം അടിപൊളിയാണ്. ഇതിന് 17 ഇഞ്ച് ട്യൂബ്ലെസ് അലോയ് വീലാണ് വരുന്നത്. കമ്പനിയിൽ നിന്ന് വന്ന യൂറോ ഗ്രിപ്പ് അത്ര പോരാത്തതുകൊണ്ട് ഞാൻ ടിംസൻ്റെ ടയറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അത്യാവശ്യം ടൂറിങ്ങിനാണ് ഈ ബൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹാൻഡ്ലിംഗ് എല്ലാം നല്ലതായിരുന്നു. ബട്ട് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ളതും അന്നുള്ളതും വെച്ച് നോക്കുമ്പോൾ വണ്ടി കുറച്ച് ടോപ്പ് ഹെവി ആയിട്ട് തോന്നാറുണ്ട്. മാസ് സെൻട്രലൈസേഷൻ നല്ല അടിപൊളിയാണ്. ഇത് നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ അടിയിൽ തന്നെയാണ് എല്ലാ ഇതും വരുന്നത്. സൈലൻസർ, എൻജിൻ, എവറിത്തിങ് കംസ് അണ്ടർ അസ്. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ ടോപ്പ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ വണ്ടീൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആൻഡ് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. സിറ്റിയിൽ എനിക്ക് അത്ര സുഖം തോന്നിയിട്ടില്ല. പിന്നെ ഹൈവേയിൽ കുഴപ്പമില്ല, ഒരു 200cc ഇതിൽ പിന്നെ പോകുന്നുണ്ട്. പിന്നെ
ഡ്യൂക്കും MT ഒക്കെ പോകുന്ന അതേ ഇതിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇതിൽ പോകാറില്ല ഹൈവേയിൽ. അത്ര എന്താണ് റിഫൈൻഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കാർബറേറ്റഡ് വേർഷനാണ്. ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെയാണെന്ന് എനിക്ക് നോ ഐഡിയ. ഞാനത് ഓടിച്ചിട്ടില്ല. പിന്നെ ബട്ട് വണ്ടീൻ്റെ ആക്സലറേഷനൊക്കെ ആണെങ്കിലും ക്യുക്കാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഞാനിത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തിരുന്നത് ടൂറിങ്ങിനാണ്. ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിനൊക്കെയാണ് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സീറ്റ്സ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ആൻഡ് ഞാൻ പുറത്ത് പോയി പുതിയ കുഷ്യൻസൊക്കെ വെച്ച് ലെവലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ കംഫർട്ടബിളായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് സ്റ്റോക്ക് വരുന്ന സീറ്റ്സ് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഞാൻ അതിലാകെ ചെയ്തത് ഈ ഹാൻഡ് ഗാർഡും ഹസാർഡ് ലൈറ്റുമാണ് ചെയ്തത്. പിന്നെ വേറെ ഒന്നും മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ബാക്കിൽ മറ്റേ ഡൊമിനാറിൻ്റെ ലഗേജ് കാരിയർ, ഇപ്പം വരുന്ന ഡൊമിനാറിൻ്റെ ലഗേജ് കാരിയർ വെച്ചിട്ടുണ്ട്. സോ അതാണ് അവൻ വരുത്തിയ ചേഞ്ച്. അത് ഞാൻ വണ്ടീനെ പുറത്തുനിന്ന് കാണിക്കുമ്പം കാണിച്ചു തരാം. പിന്നെ വണ്ടിൻ്റെ പവറൊക്കെ വരുന്നത് മിഡ് റേഞ്ചിൻ്റെ മുകളിലോട്ടാണ്. മിഡ് റേഞ്ചിൻ്റെ ടോപ്പ് എൻഡിലേക്കാണ് ഈ വണ്ടീൻ്റെ പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ ബട്ട് അവിടെ വണ്ടീൻ്റെ എൻജിൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്ര സ്മൂത്തൊന്നല്ല. പിന്നെ അത്യാവശ്യം ബസ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് മോട്ടീവുകളുടെ ഓയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബട്ട് എന്നാലും വണ്ടിക്ക് നമ്മൾ ഒരുപാട് മെയിൻ്റനൻസിൽ ടൈം സ്പെൻഡ് ചെയ്താലും വണ്ടി അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ പിന്നെ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നു, ഇത് കാർബറേറ്റഡ് വേർഷനാണ്. FIൻ്റെ കാര്യം എനിക്കറിയില്ല. പിന്നെ വണ്ടി റോ പവറിൻ്റെ ഒരു BS3 അത്ര റോ പവർ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നാലും ആ എൻജിൻ്റെ ഫീലും എല്ലാം നമ്മൾ അറിയും. ഇപ്പം ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വൈബ്രേഷൻ കൂടുതലാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലല്ല. വണ്ടി അത്യാവശ്യം ട്രാഷ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. സോ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അവൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴാണെങ്കിലും വണ്ടി ആക്സിലേറ്റർ ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ വണ്ടി കയറി പോകുന്നുണ്ട്. ബ്ലിസ്റ്ററിങ് ക്യുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും ഡീസൻ്റായിട്ട് പോകുന്നുണ്ട്. ഒരു 200 cc പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇപ്പം വലിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മറ്റു വണ്ടികൾ ഉപയോഗിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ 160 ആ CCയിലൊക്കെ പവർ കുറവാണെന്ന് ആൾക്കാർ പറയുമെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് അവർ തരാറുണ്ട് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ. പിന്നെ ഈ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണും. നമ്മൾ ഈ വണ്ടി ടോപ്പ് എൻഡിൽ കയറുന്നതും 120+ ഒക്കെ ചെയ്യുന്നത്. അതൊന്നും കണ്ട് ഈ വണ്ടി ആരും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ ഈ വണ്ടീൻ്റെ ഇൻസെയിൻ ടോപ്പ് എൻഡാണ്. നമ്മളൊരു 200 cc ലിക്വിഡ് കൂൾഡ് ആയ ഒരു എഞ്ചിൻ എടുക്കുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റേ എഞ്ചിൻ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഡീസൻ്റായ ഹൈവേ സ്പീഡ്സിൽ പോവാം. അതിനപ്പുറം പ്രതീക്ഷിക്കേണ്ട. ഒരു 80 to 100 ആ റേഞ്ചിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ കംഫർട്ട് പ്രതീക്ഷിച്ചാൽ മതി. 80 ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാം എൻജിൻ സ്ട്രെയിൻഡ് ആയിരുന്നു. ഒരു 70 വരെയൊക്കെ വണ്ടി കൂളായിട്ട് ഹൈവേയിലെത്തും. പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര പെർഫോമൻസ് ഒന്നും കണ്ടില്ല. ഞാനങ്ങനെ ത്രോട്ടിൽ റിങ് ചെയ്ത് ഓടിക്കുന്ന ആളൊന്നല്ല. എനിക്ക് ഗ്രാജുവലായി വണ്ടി പെർഫോം ചെയ്യുന്നതാണ് ഇഷ്ടം. ഷോർട്ട് ഷിഫ്റ്റിംഗ് എന്ന് ചിലവർ പറയും. പിന്നെ ഇപ്പോൾ ഈ കോണേഴ്സ് എടുക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഹാൻഡ്ലിംഗ് എല്ലാം അടിപൊളിയാണ്. വണ്ടി നമ്മൾ പിന്നെ കോണേഴ്സൊക്കെ എടുക്കുമ്പോൾ വണ്ടി വളരെ സപ്പോർട്ടീവാണ്. ബിക്കോസ് ഷാസീൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പെരിമീറ്റർ ഫ്രെയിമാണ്. ഇറ്റ് ഡു വണ്ടേഴ്സ്. നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കും വണ്ടി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാൻഡ്ലിംഗ് സൈഡെല്ലാം വണ്ടി പക്കയാണ്. പിന്നെ നല്ല ടയേഴ്സ് ഇടാനുള്ള ഓപ്ഷൻ ഈ വണ്ടിക്ക് കുറവായിരുന്നു. ഇതിന് ഡ്യൂക്കിൻ്റെ ആ ഒരു ടയർ പ്രൊഫൈലല്ല വരുന്നത്. ബാക്കിൽ ഓക്കെ നമുക്ക് നല്ല ടയേഴ്സ് കിട്ടുമായിരുന്നു. 130 സെക്ഷനായിട്ട് ഫ്രണ്ടിൽ 100 സെക്ഷനാണ് വരുന്നത്. ചിലവരത് മോഡിഫൈ ചെയ്യും. പിന്നെ എനിക്ക് പിന്നെ കമ്പനി പറയുന്നു സ്റ്റോക്ക് സെറ്റിങ്സ് ഒന്നും മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും മാറിയില്ല. പിന്നെ 100 സെക്ഷൻ ടയർ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെന്താണ് വേറെ ബ്രേക്സ് അങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടൊന്നും തോന്നില്ല. ഞാൻ മറ്റു വണ്ടികൾ
യൂസ് ചെയ്യുമ്പോൾ മറ്റ് ജപ്പാനീസ് മേക്കേഴ്സിൻ്റെ നിസിൻ കാലിപ്പേഴ്സ് വരുന്ന അതിൻ്റെ അത്ര ഒന്നും ഷാർപ്പായിട്ട് തോന്നില്ല. ഇതിൽ ബൈബ്രയാണ് വരുന്നത്, ബൈബ്രംബോ ആണ്. ബട്ട് അത്ര ഷാർപ്പൊന്നുമല്ല. ഞാൻ സെറാമിക് ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല, കമ്പനി അത് തന്നെയാണ് ഇതിൽ ട്രൈ ചെയ്തിട്ടുള്ളൂ. വേറെ ആഫ്റ്റർ മാർക്കറ്റൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഇട്ടാൽ ബെറ്റർ ആവുമായിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൽ വണ്ടിയിൽ മീറ്ററിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ഇതിൽ ആ ടൈമിൽ വരുന്ന ബേസിക്സ് ആയ കാര്യങ്ങൾ 2 ട്രിപ്പ് മീറ്റർ, പിന്നെ ഓഡോമീറ്റർ, പിന്നെ അതൊക്കെ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും ഇതിലില്ല. ടൈമുണ്ട്. പിന്നെ ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് വന്ന മോഡൽസിലൊക്കെ അനലോഗിൻ്റെ കൂടെ മറ്റേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടാകും. പിന്നെ ഇപ്പം അത് പോയി കംപ്ലീറ്റ്ലി ഡിജിറ്റലായി. ബട്ട് ഐ ലവ് ദിസ് ടൈപ്പ് ഓഫ് മീറ്റർ ബിക്കോസ് എനിക്ക് കുറച്ച് അനലോഗ് ടൈപ്പ് ഇഷ്ടം. എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സൊന്നും കാണുന്നില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സ്പീഡ് കാണിക്കുന്നുണ്ട്, RPM കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു എംടിയും കൂടി ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഫീച്ചറാണ്. അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വണ്ടിയിലും. പിന്നെ ചില വണ്ടിയിൽ ബാറ്ററി വോൾട്ടേജ് കാണിക്കും. സോ അതും എന്താണ് നല്ലതാണ്, നല്ലൊരു ഫീച്ചറാണ്. എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പോർട്ടി ഒന്നല്ല. നമ്മുടെ നേരെ താഴെയാണെന്ന് ചോദിച്ചാൽ ഫുട്പാക്ക് അല്ല, കുറച്ച് ഒരു നേരെ താഴെന്ന് ഒരു കുറച്ച് മില്ലിമീറ്റർ പുറകോട്ടുള്ള പോലത്തെ ഒരു ഫുട്പാക്ക് സെറ്റിങ്സ് ആണ്. ഇത്ര നേക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ്. അത്ര അഗ്രസീവ് ഒന്നുമല്ല. ഫ്രണ്ടിലോട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ നോർമലെങ്കിൽ കുറച്ചൊന്ന് മുന്നോട്ട് വന്നിട്ട് ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഈ വണ്ടീൻ്റെ എക്സോസ് നോട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ മോഡലാകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു എക്സോസ്റ്റ്. ഇത് DOHC അല്ല, SOHC എഞ്ചിനാണ്. സോ അതിൻ്റേതായ ഈ വ്യത്യാസമൊക്കെ ഉണ്ട് ടോപ്പ് എൻഡിൽ. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല എന്താണ് അങ്ങനെ നോച്ചിയായിട്ടൊന്നും വരില്ല, പ്രിസൈസാണ്. ആ ഒരു ടക്ക് ഫീല് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹാർഡും അല്ല മീഡിയം അല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഹൈവേയിലൊന്നും യൂസ് ചെയ്യുമ്പോൾ പിന്നെ ക്ലച്ച് അധികം യൂസ് ചെയ്യും. നമ്മൾ ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലൊക്കെ നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ നമ്മുടെ കൈവേദനയൊക്കെയാണ്. നന്നായിട്ട് ലൂബൊക്കെ ചെയ്ത് നന്നായി ചെയിൻ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് വെച്ചാൽ കുറച്ച് ലൈറ്റായിരിക്കും. ഞാൻ പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞതാണ്, ഞാനിതിൻ്റെ ക്ലച്ച് ലിവർ എൻ്റെ കൈ ചെറുതാണ്. സോ ഞാൻ ക്ലച്ച് ലിവർ ഇതിലേക്ക് മാറ്റി, അതായത് ഡ്യൂക്ക് 390ൻ്റെ അഡ്ജസ്റ്റബിൾ ലിവറിലേക്കാക്കി. ബ്രേക്ക് ലിവർ ഞാൻ അന്നേരം ആക്കിയില്ല, കാരണം ബ്രേക്ക് ലിവർ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ക്ലച്ച് പോലെ എപ്പോഴും ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കേണ്ടത് കൊണ്ട് ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ സെല്ല് ചെയ്തു വണ്ടി. ഒരു 2022 ഒക്കെ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഫ്രണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം വണ്ടി സെയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവൻ പോയി സ്കോട്ട്ലാൻഡിൽ പോയി. സോ വണ്ടി സെയിലാണുള്ളത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഓവറോൾ ഇത്. സിറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ, ലോ എൻഡിൽ ടോർക്കൊക്കെ എന്താണ് ഹൈ റേവിങ് എഞ്ചിനായതുകൊണ്ട് പിന്നെ അത്ര ഇതൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഗിയറിൽ നന്നായിട്ട്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മീഡിയം. നമുക്ക് സിറ്റിയിൽ ഉറപ്പായിട്ടും കൈവേദനയ്ക്ക്. പിന്നെ നമ്മുടെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി കയറിപ്പോവും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ പേടിപ്പിക്കുകയൊന്നുമില്ല. അത് വിചാരിച്ച പോലെ കയറിപ്പോവും. പവറിൻ്റെ ഒരു കുറവൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ആ പവർ നമ്മൾ ഹൈവേ കയറുമ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. വണ്ടി സ്റ്റേബിളൊക്കെയാണ്, അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായ വെച്ചോ എംടിനെയും മറ്റവരൊക്കെ വെച്ചോ അത്യാവശ്യം ഹൈവേയിൽ വലിയ ക്രോസ് വിൻഡൊന്നും പിടിക്കാണ്ട് പോകാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു പ്രോ ടൂറിങ് മെഷീനാണോ ചോദിച്ചാൽ അല്ല, ബിഗിനർ ടൂറിങ് മെഷീനായിട്ടേ ഞാനിതിനെ പറയുള്ളൂ. ഭയങ്കര കംഫർട്ടും അതൊന്നും തരുന്ന വണ്ടിയൊന്നുമല്ല. പിന്നെ ടൂറിങ്ങിന് വേണ്ടി വണ്ടി ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു Dio 110 ആണ്. അതിനാകെ ഒരു 8 PS ഉള്ളിൽ മാത്രമേ അതിന് പവർ വരുന്നുള്ളൂ. സോ അത് വെച്ചിട്ട് ഞാൻ ടൂർ ചെയ്യാറുണ്ട് വളരെ ഈസി ആയിട്ട്. അത് മൈൻഡ് സെറ്റാണ്. പിന്നെ വണ്ടീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും മറ്റ് വീൽ സൈസും എല്ലാം കൂടുമ്പോഴത്തേക്കും മറ്റേ കുറച്ചുകൂടെ സേഫായ ബ്രേക്കിംഗ് എല്ലാം വരുമ്പോൾ കംഫർട്ട് കുറച്ചുകൂടെ ഫട്ടീക്ക് നമുക്ക് കുറയും. അതാണ് അതിൻ്റെ വ്യത്യാസം. വേറെ എന്താ ഇപ്പോൾ പറയുക, സോ ഹൈവേയിലെ പെർഫോമൻസ് ഞാൻ പറഞ്ഞുള്ളൂ 80 അങ്ങനെയൊക്കെ ഒരു 80+ ആ ഒരു ഇതിൽ ക്രൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. അതിൻ്റെ മുകളിൽ പുഷ് ചെയ്യുമ്പോൾ
വണ്ടി സ്ട്രെയിൻഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള വണ്ടീൻ്റെ കാര്യം പറയുന്നത്, ഞാൻ വേറെ NS ഒന്നും ഉപയോഗിച്ചിട്ടില്ല. BS3 കുറച്ചുകൂടെ സ്മൂത്തായ ഒരു എൻജിനാണ്, പിന്നെ എൻജിൻ നോട്ടൊക്കെ വളരെ ഡിഫറെൻറ്റാണ്. സോ എനിക്ക് തോന്നുന്നു അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻജിൻ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വണ്ടീൻ്റെ കാര്യത്തിൽ എല്ലാവരും ഫ്യൂവലിംഗ് എല്ലാം അത്ര പോരാ BS4 വണ്ടീൻ്റെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം വരാറില്ല, FI ആണ്. സോ മോർ ഓവർ അത് അഡാപ്റ്റ് ചെയ്ത് പോകാറുണ്ട്. വേറെ എന്താണ്, ഇപ്പം എന്താ ഈ വണ്ടി പോകുന്നത് കണ്ടില്ല, വളരെ സ്മൂത്തായിട്ട് കയറിയപ്പോൾ 65 അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ചില വണ്ടികളെ പോലെ വളരെ നമ്മളിങ്ങനെ നോക്കി കണ്ണ് തുറന്ന് നിൽക്കുമ്പോഴത്തേക്ക് 70 80 അങ്ങനെയൊന്നും ഈ വണ്ടി പോകുന്നില്ല. പിന്നെ ഞാനും റിങ് ചെയ്ത് പിടിക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന പോലെ ആ ഒരു പെർഫോമൻസ് റേഞ്ചിലേക്ക് പോകുന്നത്. പിന്നെ സോ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെ കാര്യം ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ബാക്കിലെ ബ്രേക്ക് ജസ്റ്റ് സപ്പോർട്ടീവാണ്, ഫ്രണ്ടിലാണെങ്കിൽ ഭയങ്കര ഷാർപ്പൊന്നുമല്ല, പ്രോഗ്രസീവാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ കുറച്ച് അമർത്തി പിടിച്ചപ്പോഴാണ് ഈ ഒരു ഫീല് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് വളരെ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ ഉള്ള, അല്ലാതെ ഡ്യൂക്കിലെ പോലെ അല്ലെങ്കിൽ മറ്റ് നിസിൻ കാലിപ്പേഴ്സ് വെച്ച് വരുന്ന കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബ്രാൻഡിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് വരുന്ന പോലെ വളരെ ഷാർപ്പൊന്നുമല്ല. ചെയിൻ മെയിൻ്റനൻസ് നന്നായി ചെയ്ത ഗിയർ ഷിഫ്റ്റൊക്കെ പക്കയായിരിക്കും, ഫോഴ്സ് ന്യൂട്രൽസൊക്കെ വരവ്. ചെയിൻ മെയിൻ്റനൻസ് മോശമാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശ്നം തന്നെയാണ്. വേറെ എന്താണ്, അപ്പോൾ അതാ ഈ വണ്ടി ഞാൻ 6000 RPM കഴിഞ്ഞാൽ വണ്ടീൻ്റെ സ്വഭാവം മാറും. സോ അതങ്ങനെയാണ്. എനിക്കിപ്പം വണ്ടീൻ്റെ ലാക്ക് ഓഫ് മെയിൻ്റനൻസ് കാരണം ഇതിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാറിൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരാൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബജാജിൻ്റെ വണ്ടികൾ എപ്പോഴാണ് നമ്മൾ ഹെവി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാലേ സ്മൂത്തായിട്ട് അറ്റ്ലീസ്റ്റ് ഡീസൻറ്റ് സ്മൂത്തായിട്ട് ഓടുള്ളൂ. അല്ലാതെ പിന്നെ ഓടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേട്ടോ, വണ്ടി സെറ്റിലാവുന്ന 60 63 അങ്ങനെയൊക്കെ ഇങ്ങനത്തെ റോഡുകളിൽ സെറ്റിലാവുന്നത്. ഹൈവേയിൽ പോകുമ്പോൾ അതൊരു 80 അങ്ങോട്ടേക്കൊക്കെ പോകും. ഞാൻ ഈ വണ്ടീൻ്റെ ഹൈവേയിലെ പെർഫോമൻസ് ഹൈവേയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. മിറർ കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് വരുന്ന ഷോക്കാണ്. ഞാനൊരു 6 ഫീറ്റോളം ഹൈറ്റ് വരുന്ന ആളാണ്. എൻ്റെ ഷോൾഡേഴ്സ്, എൻ്റെ ബൈസ് അത്യാവശ്യം ഉള്ള ബൈസെപ്സും ഇതൊക്കെ ഉള്ള അത്യാവശ്യം ബിൽഡായ ആൾക്കാരിരുന്ന പകുതി മാത്രമേ യൂസ്ഫുൾ ഉള്ളൂ. എന്നാൽ മോശമില്ല, അത്യാവശ്യം ബാക്കിലേക്കാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നോക്കണം. നമുക്കൊരു ഗ്ലിംസിലൊന്നും എന്താണ് ഇത് കാണില്ല. പിന്നെ സസ്പെൻഷൻ സെറ്റിങ്സ് ആദ്യം എന്തോ കുറച്ച് ഒരു ഇതായിരുന്നു, അത്ര കംഫർട്ടബിൾ സെറ്റിങ്സ് ആയിരുന്നു. സോ ഞാനിതിൻ്റെ സ്റ്റോക്ക് എന്നുള്ളതിന് ചെറുതായിട്ടൊന്ന് ട്വിച്ച് ചെയ്തു. വേറൊരു ഗ്രേഡ് ഓയിലിലേക്ക് മാറിയപ്പം വണ്ടി വളരെ കംഫർട്ടബിളായിട്ട് ഹാൻഡ്ലിങ്ങിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ വണ്ടി ഇതായി. പിന്നെ ഇതിൽ റൈഡ് ബൈ വയറും അങ്ങനത്തെ കാര്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട്, ഹോണിൻ്റെ സൗണ്ട് സ്റ്റോക്ക് ഹോൺ തന്നെയാണ്, അത്യാവശ്യം ലൗഡാണ്. ഹൈവേയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവാറുണ്ട്. വണ്ടിക്ക് നോർമൽ ഹാലോജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ 2 വുൾഫ് ഐ പോലത്തെ പൈലറ്റ് ലൈറ്റ്സും വരുന്നുണ്ട്. ലാസ്റ്റ് വേർഷനിലെല്ലാം ഇപ്പോൾ അതും എടുത്ത് കളഞ്ഞു വരും. LED പിന്നെ എന്താണ് ലൈറ്റനിങ് സ്റ്റൈലുള്ള LED DRLs ആണ് ഇപ്പോഴത്തെ വേർഷനിലുള്ളത്. പിന്നെ ഇത് KTM-ൻ്റെ OEM ഹാൻഡിൽ ബാർ തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് വിൻഡ് റിഫ്ലക്ഷൻ അത്യാവശ്യം എവിടെയെങ്കിലും വണ്ടിയൊക്കെ മറിഞ്ഞ് വീഴുന്ന അവസ്ഥ വന്നപ്പം പിന്നെ എന്താണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലീവേഴ്സൊന്നും പൊട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇപ്പം അവിടെ ഒരു ബമ്പ് ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിച്ചാണ് വണ്ടി അങ്ങനെ പെർഫോം ചെയ്തത്. ഭയങ്കര സോഫ്റ്റും അല്ല, എന്നാൽ ഭയങ്കര ഹാർഡും അല്ല, ഡീസൻ്റായിട്ടാണ് പോയത്. പിന്നെ ഈ റിവ്യൂ ഞാൻ ഓർഡറിലൊന്നുമല്ല കേട്ടോ കാര്യങ്ങൾ പറയുന്നത്. ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാ റിവ്യൂസും ഇങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വളരെ നൈസായിട്ട് പറഞ്ഞു പോകും. പിന്നെ എന്താ ഈ പറയാനുള്ളത്, ഇങ്ങനെ ഒരു ഹൈ ഗിയറിലെല്ലാം ഇട്ട് ഇങ്ങനെ കൂളായിട്ട് പോകുമ്പം ആണ് വൈബ്രേഷൻസ് ഒന്നുമില്ല. നമ്മളിങ്ങനെ റേസ് ചെയ്ത്
പോകുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ബസ്സെന്ന് എന്തായാലും പറയാമെങ്കില്ല, അതിനും കുറച്ചുകൂടെ കൂടുതലാണ് ഇൻറ്റൻസിറ്റി. സോ ഇറ്റ്സ് നോട്ട് എ ബസ്. ഇങ്ങനത്തെ സ്പീഡിലൊക്കെ ഇപ്പോൾ 58-ലാണ് പോകുന്നത്. വളരെ കൂളാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാക്കിൽ പില്ലിയൻ സീറ്റ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. സോ ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമൊക്കെ ആൾക്ക് പില്ലിയനൊക്കെ ആയിരുന്നു പോവുക. ഒരു 500 കിലോമീറ്റർ പില്ലിയനെ വെച്ച് പോയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയ ആളൊന്നല്ല, പിന്നെ ബിൽഡായ ആളല്ല, നോർമലായ ഒരു ഇതുള്ള ആളെ വെച്ചിട്ട് പോയി. ഒരു ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യ കാലങ്ങളിലൊക്കെ സീറ്റ് മോഡിഫൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വെച്ച് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അറിയാറുണ്ട്. ഈ സ്പീഡിലൊക്കെ പോകുമ്പോൾ എൻജിൻ നോട്ടൊന്നും നമ്മളങ്ങനെ അറിയുന്നോ അങ്ങനെയൊന്നുമില്ല. വളരെ സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 70-ലാണ് ക്രൂസ് ചെയ്യുന്നത്. ചില റോഡിലെത്തുമ്പോൾ വണ്ടി വളരെ കൂളായിട്ട് 70-ലൊക്കെ പോകും, വലിയ സ്ട്രെയിനൊന്നുമില്ല. കണ്ടോ, ഓരോരുത്തർ വരുന്നുണ്ട്, ഒരു ശ്രദ്ധയില്ല, റോഡിലേക്ക് നോക്കുന്നുമില്ല. മറ്റുള്ളവരുടെ എന്തോ ആവശ്യമാണ് റോഡിൽ, മറ്റുള്ളവർ ശ്രദ്ധിച്ച് പോയിക്കൊള്ളുക. റോഡിലോട്ട് കയറി വരുന്നവന് ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ എന്താണ് സ്റ്റേറ്റ് ഹൈവേസിലൂടെയാണ്. നോർമലായ റോഡ്, പിന്നെ അത്ര വെൽ മെയിൻറ്റൈൻഡ് അല്ല. ഇടയ്ക്ക് ഇതുപോലത്തെ കുഴികളും ഗ്രാവൽസൊക്കെ ഉണ്ട്. പിന്നെ ടയർ നല്ല കണ്ടീഷനാണെങ്കിൽ വലിയ മോശമില്ലാത്ത കോൺഫിഡൻസ് ഒക്കെ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് 40+ ഒക്കെ ഇതിന് മൈലേജ് കിട്ടാറുണ്ടായിരുന്നു, ഫ്യൂൽ എക്കണോമി. പിന്നെ ഹൈവേ കയറിയിട്ട് നമ്മൾ ടോപ്പ് ആൻഡ് ബേസ്ഡ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും. അതൊന്നും കുറയാറുണ്ട് ഈ വണ്ടി. അതങ്ങനെയാണ് ഈ വണ്ടീൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ ഇത് ഹൈ റവിങ് എഞ്ചിനാണ്, ടോപ്പ് ആൻഡ് മെഷീനാണെന്നൊന്നും പറഞ്ഞിട്ട് ഈ വണ്ടിക്കൊരു കാര്യമില്ല. വണ്ടി അൺകംഫർട്ടബിൾ ആണ് ടോപ്പ്. സോ ഞാൻ ഈ വണ്ടി ആരോടും ടോപ്പ് എൻഡിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എല്ലാ ലൈറ്റ്സും ഹാലജൻ ആണ്. പിന്നെ ടെയിൽ ലാമ്പ് മാത്രമാണ് LED. പിന്നെ ഇങ്ങനെ ടേൺസ് ഒന്നും എടുക്കുമ്പോൾ ചില ഇപ്പോഴത്തെ വണ്ടികളുടെ പോലെ ഇത് ഹാൻഡിൽ ബാർ വന്ന് ടാങ്കിലൊന്നും ഇല്ല. നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ പുറത്തിരിക്കുന്ന ഫീലല്ല, കാരണം ടാങ്ക് കുറച്ച് റേസ്ഡ് ആണ്. പണ്ട് ഇവിടെ ടാങ്ക് പാഡൊന്നും ഇല്ലായിരുന്നു. ചിലവർക്ക് എന്താണ് അവരുടെ മെയിൻ പാർട്ടിനൊക്കെ മറ്റേ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് പണി കിട്ടിയതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് RS 200 എടുക്കുമ്പോൾ അതിൽ ഏകദേശം ഇതുപോലത്തെ ഒരു ടാങ്കാണ്. സോ ഇപ്പം നമ്മൾ ABS ആണ് ടെസ്റ്റ് ചെയ്തത്. വലിയ കുഴപ്പമില്ലാണ്ട് ABS യൂസ് ചെയ്തു. അല്ലെങ്കിൽ ആ ചേട്ടൻ നമ്മളെ എന്താണ് ഇടിച്ച് വെള്ളം തെറിപ്പിച്ച് വിട്ടേനെ. ടയർ അത്ര കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബൈക്കിൽ. ബട്ട് എൻ്റെ കയ്യിൽ നല്ല ടയർ കണ്ടീഷനിൽ ഇരുന്നപ്പോൾ വണ്ടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് അത്ര മെയിൻറ്റെയിൻ ചെയ്യും. സോ ഈ വണ്ടീൻ്റെ കാര്യത്തിൽ ഞാൻ ഓവറോൾ പറയാനുള്ളത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരും. ബജാജിൻ്റെ വണ്ടിയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കോസ്റ്റ് ഓഫ് ഓണിങ് ഒന്നും ഭയങ്കരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ബട്ട് എന്നാലും മെയിൻ്റെനൻസ് വന്നുകൊണ്ടിരിക്കും. ഇതിന് 3 സ്പാർക്ക് പ്ലഗ് ഒക്കെയാണ് വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കാലത്ത് ഞാൻ ഇറീഡിയം പ്ലഗ്സ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ട്. ഇപ്പം ഇത് ലേറ്റസ്റ്റ് സർവീസ് ചെയ്തപ്പം വണ്ടിയിൽ നമ്മൾ ഇറീഡിയം പ്ലഗ്സ് ഒന്നല്ല യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെന്താണ്, സോ ഇതൊക്കെയാണ് മേജറായിട്ട് പറയാനുള്ളത്. അതൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് നോക്കും. ഞാൻ എപ്പോഴും വണ്ടീൻ്റെ ഒറിജിനൽ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഓടിക്കാറ്. പിന്നെ നൈട്രജനാണ് ഞാൻ യൂസ് ചെയ്യാറ്, കാരണം അത് ട്യൂബ്ലെസ് ആയതുകൊണ്ട്. ട്യൂബുള്ള വണ്ടികളിൽ ഞാൻ പിന്നെ നൈട്രജൻ അടിക്കാറില്ല, എനിക്ക് വലിയ ഇതില്ല എന്നാണ് ടയറിലെ ഷോപ്പിലെ എക്സ്പേർട്സ് പറഞ്ഞത്. പിന്നെ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് എന്താണ് എയർ അടിക്കുന്നത് തന്നെയാണ്.
പിന്നെ ആ എക്സ്ട്രാ കിട്ടുന്ന എത്രയോ പെർസെൻറ്റേജ് പെർഫോമൻസ് എടുക്കാൻ നമ്മൾ പ്രോ ആകുന്നല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് നൈട്രജൻ കൊണ്ടുണ്ടാകുന്ന എക്സ്ട്രാ പെർഫോമൻസ് നമുക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയില്ല. പെർഫോമൻസ് എന്ന് വെച്ചാൽ വലിയ മറ്റേ സ്പീഡ് കൂടുന്ന അങ്ങനെയൊന്നുമല്ല, അതിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. സോ ആ ഗുണങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വണ്ടി യൂസ് ചെയ്യാൻ അറിയുന്നതാണ്. പിന്നെ അത്യാവശ്യം എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയ റൈഡറിന് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടൂറിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് പോർട്ടബിൾ എയർ അടിക്കുന്ന ഇത് കിട്ടാനുണ്ട്. സോ അത് യൂസ് ചെയ്താൽ നമുക്ക് പരിപാടി നടക്കും. പിന്നെ ഈ വണ്ടിക്ക് വരുന്ന സിംഗിൾ ചാനൽ ABS ആണ്, നേരത്തെ ഞാൻ പറയാൻ പറഞ്ഞത്. ഡ്യുവൽ ചാനൽ വരുന്നില്ല. ലേറ്റസ്റ്റ് മോഡൽ തന്നെ ഡ്യുവൽ ചാനൽ വന്നു. അത് ഗവൺമെൻറ് വെച്ച ലൂപ്പ് ഹോൾ കാരണം അത് മറ്റ് എല്ലാ കമ്പനീസും അത് ആ ടൈമിൽ മിസ്യൂസ് ചെയ്തിരുന്നു. കുറച്ചുകൂടെ പ്രീമിയം വണ്ടികൾക്കായിരുന്നു ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ടായിരുന്നത്. ഞാൻ കഷ്ടകാലത്തിന് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ CBR ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിനൊക്കെ ഡ്യുവൽ ചാനൽ ABS ആയിരുന്നു. ആദ്യം അതിന് ABS വരുന്നില്ലായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പോൾ 164 വീലൊക്കെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ആ വണ്ടിയിൽ അതാണ് എനിക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടിയായിട്ട് എൻ്റെ നോളജിലുള്ളത്. ഇപ്പോൾ നോക്കി ഇതുപോലത്തെ ഹൈവേസിലൊക്കെ വളരെ ഈസി ആയിട്ട് പോകുന്ന സ്പീഡ് 66 to 70 ആണ്. മറ്റേ വലിയ 4 ലൈൻ ഹൈവേസിലൊക്കെ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലേ മറ്റു സ്പീഡ്സൊക്കെ ചെയ്യും, പക്ഷെ വണ്ടി അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല. കോൺഫിഡൻസ് കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ബട്ട് വണ്ടി അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ ഈ വണ്ടീൻ്റെ പെർഫോമൻസിന് പറ്റിയ ടയർ പ്രൊഫൈൽ എല്ലാ കമ്പനി ഇതിന് കൊടുത്തേക്കുന്നത്. സോ അതിൻ്റെ ചില ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് വരുന്ന ടയേഴ്സ് അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതിലിടാൻ കഴിയില്ല, കാരണം സ്റ്റോക്ക് വരുന്ന ടയേഴ്സിൻ്റെ സൈസിൽ അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ടയേഴ്സൊന്നും അവൈലബിൾ അല്ല. സോ ഇതാണ് ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ വണ്ടി ഓൺ ചെയ്യുമ്പോൾ മറ്റ് ഇലക്ട്രിക്കൽ ഇഷ്യൂസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു റോഡൻ്റെ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ ഉടായിപ്പ് പണിക്കൊന്നും നിൽക്കാതെ പ്രോപ്പറായിട്ട് മൊത്തം കിട്ടി മാറ്റി. ABS ഉള്ള വണ്ടിയായതുകൊണ്ട് എനിക്ക് അതിന് 10,000 റുപ്പീസിൻ്റെ അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ആ വർക്കിന്. പിന്നെ അതിപ്പോൾ എന്താ പറയുക, കഷ്ടകാലം വരുമ്പോൾ. സോ ഇത് വണ്ടീൻ്റെ പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല. അതിന് ശേഷം വണ്ടി സ്മൂത്താണ്. എനിക്ക് ഇതുവരെ ബാറ്ററി ഇഷ്യൂസോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ മോശം മൈലേജ് അവന് കിട്ടാറെന്ന് അവൻ പറയാറുണ്ട്, കാരണം അവൻ്റെ യൂസ് അങ്ങനെയായിരുന്നു. പിന്നെ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബൈക്കിനെ കയറി അവൻ A to B പോകാനുള്ളൊരു സാധനമായിട്ട് മാത്രമാണ് ബൈക്കിനെ കാണുന്നത്. ഞാനങ്ങനെ ആയിരുന്നില്ല. ഞാനെൻ്റെ ഒരു പാർട്ട്ണറിനെ പോലെയായിരുന്നു ബൈക്കിനെ കൊണ്ടു നടന്നിരുന്നത്. ഞാൻ വേറൊരു മോഡിഫിക്കേഷനും കൂടി ചെയ്തിരുന്നു. വണ്ടീൻ്റെ മറ്റേ ഫോക്കിന് കവർ കൊടുത്തിരുന്നു. ഞാൻ ഹിമാലയൻ്റെ ഫോക്ക് കവറാണ് വണ്ടിയിൽ ഇട്ടേക്കുന്നത്. അത് യൂസ് ചെയ്യുമ്പം ഫോക്കിൽ ഡസ്റ്റൊന്നും അടിക്കാതെ എനിക്കിതുവരെ ഫോക്ക് ലീക്കേജോ അങ്ങനത്തെ പ്രശ്നമൊന്നും അതുകൊണ്ട് വരാറില്ല. ഞാൻ പിന്നെ ഡെയിലി യൂസ് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാറും എല്ലാം ഉണ്ടാകും. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ പെർഫോമൻസ് നടക്കുന്നത് 6000 RPM മുകളിലാണ്. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര വൈബി ആയിട്ട് ഫീൽ ചെയ്യും. ന്യൂ ജെൻ ബൈക്സിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. ഈ മോഡലിൽ അങ്ങനെയാണ് 2018 കാർബറേറ്റർ മോഡൽ. സോ ഈ വീഡിയോ ഞാൻ ആരെങ്കിലും ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഓൺ ചെയ്യുന്നവനോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിൽ കിട്ടുവാണെങ്കിൽ നല്ല വണ്ടിയാണ്. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ കാണുന്ന കണ്ടൻറ്റൊന്നും നോക്കിയിട്ട് വണ്ടി എടുക്കരുത്. പിന്നെ വണ്ടിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബജാജ് അത്യാവശ്യം കോസ്റ്റ് കുറച്ചത് ഇറക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്വിംഗ് ആം ഒന്നും അലൂമിനിയം അല്ല, നോർമൽ സ്വിംഗ് ആമാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ് ഓണാണ് ഈ വണ്ടിക്ക്, AHO ഉള്ള വണ്ടിയാണ്. പിന്നെ ലൈറ്റിന് സ്വിച്ച് ഒന്നുമില്ല. പിന്നെ ബൾബ് ഫെയിലർ ആയിട്ടുണ്ടായിരുന്നു, അതായത് ലോ ബീം ഫെയിലറായി, ഹൈ ബീം വർക്കിംഗ് ആയിരുന്നു സ്റ്റിൽ. പിന്നെ സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ പുതിയ NH പോകുന്നുണ്ട്. കണ്ണൂർ കുറച്ച് ഭാഗത്ത് ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട്.
നമുക്ക് തലശ്ശേരി മാഹിയും ബൈപ്പാസ് ചെയ്ത് നേരെ വടകരയിൽ പോയി ഇറങ്ങുന്ന പോലെ. സോ ആ ഹൈവേയിലൊന്ന് പോയിട്ട് വണ്ടീൻ്റെ ക്രൂസിങ് സ്പീഡ്, അതായത് ഹൈ സ്പീഡ് എടുക്കാതെ ജസ്റ്റ് ക്രൂസിങ് സ്പീഡ് എത്രയാണെന്ന് കാണിക്കാം. സോ നമ്മൾ ഹൈവേ എത്തിയിട്ടുള്ളത്. സോ ഇതാണ് പുതിയ ഓപ്പണായ ഭാഗം. ഇങ്ങനെ ആയിരിക്കും കേരളത്തിലെ റോഡ് ഒരു 2-3 ഇയേഴ്സ് കഴിയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളൊന്നും നാട്ടിലുണ്ടാവില്ല എന്നാലും. സോ കണ്ണൂർ ഈ ഒരു ഏരിയ തുറന്നു കൊടുത്തിട്ടുണ്ട് പബ്ലിക്കിന്. കണ്ണൂരിൽ നിന്ന് നേരെ ചെന്ന് വടകരേൻ്റെ ഓപ്പണിങ്ങിലേക്കാണ് പോകുന്നത്. സോ അത്രയും ഇത് തലശ്ശേരിനെയും മാഹീനെയൊക്കെ ബൈപ്പാസ് ചെയ്തു. സോ മാഹിയിലുള്ള പെട്രോൾ പമ്പ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഹൈവേയിലേക്ക് ഇപ്പം വന്നത് വണ്ടീൻ്റെ ഹൈവേ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാനാണ്. ഹൈ സ്പീഡിങ്ങിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കംഫർട്ടബിളായ ക്രൂസിങ് സ്പീഡ് എത്ര, അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സോ ഭാഗ്യവശാൽ ഇപ്പോൾ ഈ ഹൈവേയിൽ എന്താണ് 2 വീലേഴ്സ് അലൗഡാണ്. സോ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇപ്പം ഞാൻ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 77 കിലോമീറ്ററാണ്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പം 80, 86, 87 അവിടെ കയറി പോകുന്നുണ്ട്. ടക്കിൻ ചെയ്താൽ 100 പോകും. യെസ്, 100 ആയി. സോ ഒരു ടൂറിങ് എക്കണോമിക്സിൽ ഇരിക്കുവാണെങ്കിൽ വണ്ടി ഒരു 100 ഇങ്ങനെ ക്രൂസ് ചെയ്യും, പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് വണ്ടി കംഫർട്ടബിൾ അല്ല. സോ ഞാൻ പറയുന്നത് കുറച്ച് ഡീസൻ്റായിട്ട് ലൈറ്റ് ത്രോട്ടിൽ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ അതാ 90-ലൊക്കെയാണ് ക്രൂസ് ചെയ്തത്. വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഒട്ടും കംഫർട്ടബിൾ അല്ല. 80-ലൊന്നും പോകുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സ്പീഡിലൊക്കെ വണ്ടിക്ക് ഒരുമാതിരി വണ്ടീനെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന പോലെയാണ് ഇത് ഫീൽ ചെയ്യാറ്. നിങ്ങൾക്ക് ഡ്രാഗൊക്കെ ചെയ്യാം, ടോപ്പ് എൻഡ് കിട്ടും, പക്ഷെ ടോപ്പ് എൻഡിലേക്ക് പോവുകയും ചെയ്യും. ബട്ട് വണ്ടി കംഫർട്ടബിൾ ആയിരിക്കില്ല. വേഗമൊക്കെ കയറുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചത് സ്പീഡ് എത്ര പെട്ടെന്ന് കയറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ത്രോട്ടിലൊന്ന് കുറച്ച് കൂടുതൽ കൊടുത്തു, വണ്ടി 90, 92 അങ്ങനെ കയറി പോകുന്നത്. പിന്നെ ടൂറിങ് എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഞാൻ പുഷ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. വണ്ടിയുടെ ടയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ അത്ര കംഫർട്ടബിൾ അല്ല. വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനിലാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഓടുമായിരിക്കും. ബട്ട് വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കണം. സോ അത് ഈ ഒരു സ്പീഡ് 80, ഇതിൽ വണ്ടി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വിൻഡ് ബ്ലാസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ കുറച്ചുകൂടെ ടക്കിൻ ചെയ്തിട്ട് വണ്ടി ഓടിക്കാം. സോ ഇതാണ് എൻ്റെ ഹൈവേ റിവ്യൂ വണ്ടിയുടെ. സോ ടൂർ ചെയ്യുമ്പോൾ ഈ ഒരു സ്പീഡൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് റേഡിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വണ്ടി അധികം സ്റ്റോപ്സ് ഒന്നും എടുക്കാതെ ഹൈഡ്രേഷൻ സ്റ്റോപ്സ് മാത്രം എടുത്ത് പോവാം. അതായത് എഞ്ചിനെ ഡാമേജ് ചെയ്യാണ്ട് ലിക്വിഡ് കൂളിംഗ് ഉള്ളതുകൊണ്ട് പോവാം. അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റു വണ്ടികൾ ഇപ്പോൾ CBR ഒക്കെ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പവറുള്ള വണ്ടികൾ ചെയ്യുന്ന പോലെ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ്സിൽ അത്ര കംഫർട്ടബിൾ അല്ല വണ്ടി. ഈ സ്പീഡ്സിലൊന്നും വൈബ്രേഷൻ ഇല്ല കേട്ടോ. പിന്നെ പക്ഷേ ഞാൻ പറഞ്ഞില്ല 90 ആരുടെയൊക്കെ എത്തുമ്പോൾ ഫുൾ ബസ്സും വൈബ്രേഷനൊക്കെയാണ്. അതെനിക്ക് എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വരെ കേൾക്കാൻ പറ്റും. സോ എൻ്റെ ഹെൽമെറ്റിൻ്റെ നോയിസ് ക്യാൻസലേഷൻ എത്രയാണെന്ന് നിങ്ങൾക്ക് എൻ്റെ ഓഡിയോൻ്റെ ക്വാളിറ്റിന്ന് മനസ്സിലാവേണ്ടതാണ്. പിന്നെ സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്താണ് ഇതിൽ ടോളുണ്ട് കേട്ടോ. ടോളില്ലാതെ ഒന്നുമില്ല. പിന്നെ 2 വീലറാകുമ്പോൾ ടോള് കൊടുക്കണ്ട, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ സോ നമ്മുടെ വ്ലോഗ് ഇവിടെ തീരുവാണ്. സോ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ. സോ ദിസ് ഈസ് വവൽ സൈനിങ് ഓഫ്.
വണ്ടി കയറി പോവൊക്കെ ചെയ്യും കേട്ടോ. വണ്ടിന്റെ ആ ഒരു സ്വഭാവം കാണിക്കണല്ലോ. ഒരു കാലത്ത് ഇത് മോസ്റ്റ് ബ്രൂട്ടലായ വണ്ടിയായിരുന്നല്ലോ. ഗിയർ ഡ്രോപ്പ് ചെയ്യണം, RPM കയറ്റണം, കയറിപ്പോകും. എനിക്ക് നല്ല ഇതുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. അതായത് അന്ന് എൻ്റെ കയ്യിൽ ഈ ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി കൊടുക്കുന്ന ആ സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലാണ്, അബ്രോഡ് പോകണ്ടേന്ന്. സോ എനിക്ക് ഈ വണ്ടി ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യാം. അന്ന് ഈ ഹൈവേസ് ഒന്നും ഇല്ല, ബട്ട് ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള കണ്ടീഷനിൽ ഈ വണ്ടി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. സോ ഐ ആം സാഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഐ ആം ഹാപ്പി. ആൻഡ് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഹൈവേ? ഇത് കേരളം മുഴുവൻ വന്നാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ടൂർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.